ഹായ്, ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന പെൻ ഡെക്കറേഷൻ വീഡിയോ ആട്ടോ. അതിന് വേണ്ടി ഇങ്ങനെ വൈറ്റ് ഷീറ്റ് എടുക്കുക. നിങ്ങളുടെ പെന്നിൻ്റെ സൈസ് അനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ചു കൊടുക്കുക. ഞാനിവിടെ സിമ്പിളായിട്ട് വരയ്ക്കാൻ വേണ്ടി ഡോണറ്റാണ് വരയ്ക്കുന്നത്. പിന്നെ നമുക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്ത് ഫാത്തിമ കേട്ടോ. ഫാത്തിമയുടെ നെയിം ഞാൻ മെൻഷൻ ചെയ്ത് ഈ വീഡിയോയുടെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ പറ്റുമല്ലോ. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഞാനിവിടെ ഇച്ചിരി ക്യൂട്ടാക്കാൻ വേണ്ടി പിങ്കും പർപ്പിളൊക്കെയാണ് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ജസ്റ്റ് ആ പെന്നിൻ്റെ ബാക്ക് സൈഡിലൊന്ന് വരച്ചു കൊടുക്കുക. കറക്റ്റിലായിട്ടൊന്ന് വരച്ചു കൊടുക്കുക, അതിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കി 2 കാർഡ്ബോർഡും കൂടെ നമുക്ക് ഈ ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കിട്ടും. എന്നിട്ട് അത് 3ഉം കൂടെ ഒന്നിച്ച് പിടിച്ച് ഒന്ന് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. പെന്നിങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് ഹോൾഡ് ചെയ്തിരിക്കാൻ വേണ്ടി. ഇനി അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലായിട്ട് ജസ്റ്റ് കാർഡ്ബോർഡ് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് വേറൊന്നുമല്ല, നമ്മളിങ്ങനെ പെൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിയുമ്പോൾ ആ ഹോള് കാണാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഹോളുണ്ടല്ലോ, അതൊരു പെന്നോ പെൻസിലോ വെച്ചൊന്ന് ഇങ്ങനെ ഒന്ന് ഹോളിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ ബാക്കിൽ ഫ്രണ്ടിലായിട്ട് പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസ് വരയ്ക്കാം. ഞാനിവിടെ ഡോണറ്റിൻ്റെ ഒരു വലിയ ഇമേജാണ് വരയ്ക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നെയിം ഞാൻ മെൻഷൻ ചെയ്ത് പിൻ ചെയ്തേക്കാം. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കാണാൻ പറ്റുമല്ലോ. ഇത് ഞാൻ ഇവിടെ കളർഫുള്ളാക്കി ഡോണറ്റ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പേപ്പറിൻ്റെ ഒരു സൈഡിൽ സെല്ലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പെൻ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചതിന് ശേഷം പയ്യൊന്ന് റോൾ ചെയ്തെടുക്കാം. സെല്ലോ ടേപ്പ് ആണെങ്കിൽ അവർ സെക്യൂർ ആയിട്ടിരുന്നോളും. ഫെവിക്വിക്ക് ആകുമ്പോൾ ചിലപ്പോൾ പ്ലാസ്റ്റിക് പെന്നായതുകൊണ്ട് ഒട്ടാൻ പാടായിരിക്കും. ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡിലെത്തിക്കഴിയുമ്പോൾ ജസ്റ്റ് ഒരു ഫെവിക്വിക്ക് വെച്ച് ആ ഒരു പേപ്പർ ഒട്ടിച്ചെടുക്കുക. നമ്മൾ പേപ്പർ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡോണറ്റ് ക്യാപ്പ് ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ടില്ലേ? കളർഫുൾ പെൻ റെഡിയാണ്. നമുക്കിനി ഇത് വർക്കിംഗ് ആവുമെന്ന് നോക്കണ്ടേ? വർക്കിംഗ് ആണ് ഗൈസ്. അടിപൊളിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.